യെസ്, കുറ്റ്യാടിക്ക് പിന്നാലെ കോഴിക്കോട് ജില്ലയിലെ ഏറാമല പഞ്ചായത്തിലും വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിലെ പിഴവ് കാരണം 400-ലേറെ പേർ SIRൽ നിന്ന് പുറത്തായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏറാമല പഞ്ചായത്തിലെ 20-ാം വാർഡിലെ 38-ാം നമ്പർ ബൂത്തിലാണ് പകുതിയോളം പേർ പുറത്തായത്. ആകെയുള്ള 8191 വോട്ടർമാരിൽ 419 പേർക്കും രേഖകളുമായി ഹിയറിംഗിന് ഹാജരാകാൻ നോട്ടീസ് ലഭിച്ചു. ഏറാമല പഞ്ചായത്തിലെ കുന്നുമ്മക്കര സൗത്തിലെ ഒരൊറ്റ ബൂത്തിൽ മാത്രമാണ് ഇത്രയും കൂടുതൽ ആളുകൾ പുറത്തു പോയിരിക്കുന്നത്. വലിയ ആശങ്കയിലാണ്. ഇന്നലെ കുറ്റ്യാടി റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ BLOയുടെ നിരുത്തരവാദപരമായ ഒരു സമീപനം കൊണ്ടാണ് പുറത്തു പോയത് എന്നാണ് ഇവർ പറയുന്നത്. BLOവുമായി സമീപിച്ച് പറയുമ്പോൾ അവർ ഹിയറിങ്ങിന് ഹാജരാവാനുള്ള നോട്ടീസാണ് തരുന്നത്. ഇതിൽ പലരും നാട്ടിലില്ല, പലരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, പലരും പഠന ആവശ്യത്തിന് പുറത്തു പോയിട്ടാണുള്ളത്, ജോലി ആവശ്യങ്ങൾക്ക് പുറത്തു പോയിട്ടാണുള്ളത്. ഇതൊരു വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുന്ന മാത്രം ആശങ്കയല്ല, പൗരത്വവുമായി ബന്ധപ്പെട്ട് നമുക്കൊക്കെ അറിയാം ഈ വിഷയം വളരെ ഗൗരവമായി. കൃത്യമായിട്ട് എല്ലാതും പൂരിപ്പിച്ചു കൊടുത്തതായിരുന്നു. കൃത്യമായിട്ട് പൂരിപ്പിച്ചു കഴിഞ്ഞാൽ പാർട്ടിയും മുന്നണിയും വളരെയധികം ഗൗരവത്തോടു കൂടിയിട്ടാണ് ഈ ഒരു എന്യൂമറേഷൻ ഫോറം തയ്യാറാക്കാൻ വളരെയധികം ഈ BLOനെ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. നമ്മളെല്ലാം കൃത്യമായി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു BLOയോട്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ പ്രതികരണം? എന്താണ് ഇത് സംഭവിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്? BLO എല്ലാ ഫോമുകളും കൃത്യതയോടുകൂടി സൈൻ ചെയ്ത് വാങ്ങിക്കഴിഞ്ഞതാണ്. ആ ഫോമുകളെല്ലാം വളരെ കൃത്യമായി തന്നെ വളരെ ക്ലാരിറ്റിയോടുകൂടി പൂരിപ്പിച്ച് നൽകുകയും ചെയ്തതാണ്. ഇപ്പോഴുള്ള ആശങ്ക എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികൾ 15-16 തീയതികൾ 2-3 ദിവസങ്ങൾ കൊണ്ട് ഡൽഹിയിൽ നിന്നും പഞ്ചാബിൽ നിന്നൊക്കെ പഠിക്കുന്ന കുട്ടികൾ എങ്ങനെ ഇവിടെ എത്തും? ഒരൊറ്റ ബൂത്തിലാണ് ഇത്രയും ആളുകൾ പുറത്തായിരിക്കുന്നത്. 891 വോട്ടർമാരാണ് ഈ ബൂത്തിലുള്ളത്. അതിൽ 419 വോട്ടർമാർ 47% ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ പ്രദേശം മൊത്തത്തിലൊരു ആശങ്കയിലുള്ളത്. കാരണം നല്ല രീതിയിൽ ഹെൽപ്പ് ഡെസ്കൊക്കെ വെച്ച് ഈ BLOനെ നല്ല രീതിയിലാണ് ഇവിടെ സഹകരിച്ചത്. എന്താ പറയേണ്ട ഒരു വീട് തന്നെ ക്രമീകരിച്ചിട്ട് എല്ലാവരെയും ഫോമൊക്കെ പൂരിപ്പിച്ച് കൊടുത്തിട്ട് ഇങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ വിളിച്ചു, അവരെ ഞങ്ങൾക്ക് ഹിയറിങ്ങിന് നോട്ടീസ് കിട്ടിയിട്ട്. അപ്പോൾ അവർ ഇത് NSSൻ്റെ ആൾക്കാർ എടുത്ത് ചേർത്ത് കൊടുത്തു. അങ്ങനെ ഒരു അങ്ങനെ ഉണ്ട്. ഞങ്ങൾ ഇന്ന് രാവിലെ വില്ലേജ് ഓഫീസർ എടുത്ത് പോയി. അപ്പോൾ ഓഫീസറും പറഞ്ഞ് എന്താണ് സംഭവിച്ചെന്ന് അറിയുന്നില്ല, എന്താണ് തിരിയുന്നില്ല. അപ്പോൾ ഹാജരാവണം തന്നെയാണ് പറയുന്നത്. ഹിയറിങ്ങിന് എന്തായിട്ട് ഹാജരാണ്ട് വരും എന്നാണ് പറഞ്ഞത്. എന്തായാലും വലിയ പ്രയാസത്തിലാണ് എല്ലാ ആളുകളും ഉള്ളത്. ഇവിടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാ തരത്തിലും കാര്യങ്ങളെല്ലാം കൃത്യമായി പൂരിപ്പിച്ചു കൊടുത്താണ്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഇങ്ങനെ ഹിയറിങ്ങിന് ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് ലഭിച്ചിരിക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഇത് ഏതെങ്കിലും ബന്ധുക്കളോ മറ്റൊക്കെ നാട്ടിലുള്ള ആളുകൾക്കാണ് ഇത് ലഭിച്ചിട്ടുള്ളത്. കുടുംബസമേതമൊക്കെ പുറത്തുള്ള ആളുകൾക്ക് ഇത് ഇനിയും അറിയാതെ പോയിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ അവർ ഈ രജിസ്റ്ററിൽ നിന്ന് എന്നേക്കുമായി പുറത്താകുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടേതായ ഒരു തെറ്റുകൊണ്ടുമല്ലാതെ മറ്റാർക്കോ സംഭവിച്ച ഒരു പിഴവ് കൊണ്ട് ഇത്രയും അധികം ആളുകൾ അതിൻ്റെ പിഴയൊടുക്കേണ്ടി വരുന്നു എന്ന ഗുരുതര സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വലിയ ആശങ്കയിൽ തന്നെയാണ് പ്രദേശവാസികൾ എല്ലാവരും ഉള്ളത്. യെസ്, അപ്പോൾ കൃത്യമായി തന്നെ കാര്യങ്ങളൊക്കെ പൂരിപ്പിച്ച് നൽകിയ എന്യൂമറേഷൻ ഫോം അത് അപ്ലോഡ് ചെയ്യുന്നതിലെ പിഴവാണ് ഇത്രയും. വോട്ടർമാർ ചെയ്യേണ്ടതൊക്കെ അവർ ചെയ്തു. പിഴ വന്നു. മാത്രമല്ല പകുതിയിലധികം വോട്ടർമാർക്ക്, നമ്മൾ കുറ്റ്യാടി പറഞ്ഞതുപോലെ തന്നെ പകുതിയിലധികം വോട്ടർമാർക്കാണ് ഇങ്ങനെ SIRൽ നിന്ന് പുറത്തായി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നത്. എന്തായാലും വിവരങ്ങൾ ആരായാം. ദൃശ്യ പുതിയടത്ത വിവരങ്ങൾ നൽകും കോഴിക്കോട് നിന്ന്. ദൃശ്യ, ഗുഡ് മോർണിംഗ്. നേരത്തെ കുറ്റ്യാടിയിലെ വാർത്തയിൽ നമ്മൾ ഇതുപോലെ നൽകിയിരുന്നു. നാട്ടുകാരൊക്കെ ആകെ ആശങ്കാകുലരായിരുന്നു. ഇനി എന്താണ് ചെയ്യുക എന്നുള്ളൊരു കാര്യത്തിൽ. സ്വാഭാവികമായിട്ടും ഏറാമലയിലേക്ക് വരുമ്പോഴും വോട്ടർമാർ അവരുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു. എന്യൂമറേഷൻ ഫോമൊക്കെ കൃത്യമായി പൂരിപ്പിച്ച് നൽകി. അപ്ലോഡ് ചെയ്തതിലെ പിഴവാണ് പകുതിയിലേറെ പേർക്ക് വിനയായത്. ഇനി ഇക്കാര്യത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക? ദൃശ്യ, BLO ഇക്കാര്യത്തിൽ എന്തെങ്കിലും വിശദീകരണം ഈ വോട്ടർമാർക്ക് നൽകുന്നുണ്ടോ? ജിൽസി, ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാമോ? ദൃശ്യ, ഇപ്പോൾ കേൾക്കാമോ? കേൾക്കാം. ദൃശ്യ, അതായത് ഇനി എന്താണ് ചെയ്യാൻ കഴിയുക? കാരണം ഇത്രയും പകുതിയിലേറെ വോട്ടർമാരാണ് ഏറാമലയിൽ നിന്ന് പുറത്തായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് BLO ഒരു വിശദീകരണം ഈ വോട്ടേഴ്സിന് നൽകിയിട്ടുണ്ടോ? ഇനി ഇവരെന്താണ് ചെയ്യേണ്ടത് SIR പട്ടികയിൽ വരാൻ? ജിൽസി,
കെൽസി, ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം തങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തു, കാര്യങ്ങളൊക്കെ ഫോം പൂരിപ്പിച്ച് നൽകുന്നു, മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഏറാമല പഞ്ചായത്തിലെ പകുതിയോളം ആളുകൾ ഇപ്പോഴും ഇതിന് പട്ടികയ്ക്ക് പുറത്ത് നിൽക്കേണ്ട ഒരവസ്ഥ വരുന്നത്. വീണ്ടും ഹിയറിങ്ങിന് ഹാജരായി അവരുടെ നടപടിക്രമങ്ങൾ വീണ്ടും പൂർത്തിയാക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുന്നത് ഈ തങ്ങളുടേതായ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ്. BLOയുടെ ഭാഗത്തുനിന്ന് സംഭവിച്ച പിഴവ് കൊണ്ട് മാത്രം എത്രയോ അധികം ആളുകൾ, ഒരു ബൂത്തിലെ തന്നെ പകുതിയോളം ആളുകൾ ഇപ്പോഴും ഈ പട്ടികയ്ക്ക് പുറത്ത് നിൽക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇത് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം കുറ്റ്യാടിയിൽ സംഭവിച്ചതായി നമ്മൾ റിപ്പോർട്ട് ചെയ്തതും. കുറ്റ്യാടിയിൽ ഈ ഒരു ബൂത്തിൽ നിന്ന് പകുതിയിലധികം ആളുകളായിരുന്നു ഇത്തരത്തിൽ പട്ടികയ്ക്ക് പുറത്ത് ഉണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും കാണേണ്ട ഒരു കാര്യം, BLOയ്ക്ക് സംഭവിച്ച ചെറിയ പിഴവ് കൊണ്ട്, മനുഷ്യ സഹജമായി സംഭവിച്ച ചെറിയ പിഴവ് കൊണ്ട് മാത്രമാണ് ഇത്രത്തോളം ആളുകൾക്ക് പട്ടികയുടെ പുറത്ത് നിൽക്കേണ്ടി വരുന്നത്. അത്തരത്തിലൊരു സാധ്യത കൂടിയാണ് ഇതിൻ്റെ മുന്നിലുള്ളത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 419 ആളുകളാണ് ഏറാമല പഞ്ചായത്തിലെ ഒരു ബൂത്തിൽ നിന്ന് മാത്രം പുറത്തു നിൽക്കേണ്ടി വരുന്നത്. അതായത് ഏറാമല പഞ്ചായത്തിലെ 20ാം വാർഡിലെ 38ാം നമ്പർ ബൂത്തിൽ നിന്നാണ് 419 ആളുകൾ ഈ പട്ടികയ്ക്ക് പുറത്ത്, SIRന് പുറത്ത് നിൽക്കേണ്ടി വരുന്നത്. 891 വോട്ടർമാരുള്ളതിൽ നിന്നാണ് പകുതിയോളം, അതായത് 419 ആളുകൾ ഇത്തരത്തിൽ SIRന് പുറത്താകേണ്ടി വരുന്നത്. ഇത് വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം വിദേശത്ത് നിന്ന്, അല്ലെങ്കിൽ ഈ പുറത്തൊക്കെ പഠിക്കാൻ പോയ കുട്ടികളടക്കം, ഈ ബാംഗ്ലൂരിലും അത്തരത്തിൽ ജോലി ചെയ്യുന്ന ആളുകളും പഠിക്കുന്ന കുട്ടികളും അടക്കം ഉള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആ ഒരു സാധ്യതയിൽ ഇവർക്ക് വീണ്ടും ഈ നാട്ടിലേക്ക് വന്ന്, കുടുംബസമേതം പുറത്ത് താമസിക്കുന്ന ആളുകളൊക്കെ വീണ്ടും നാട്ടിലേക്ക് വന്ന് ഈ ഒരു നടപടിക്രമങ്ങൾക്ക് വീണ്ടും വിധേയരാകേണ്ടി വരിക, അല്ലാത്ത പ്രശ്നങ്ങൾ കൊണ്ട് വീണ്ടും ഒരു ചിലവ്, അല്ലെങ്കിൽ വീണ്ടും ഇത്തരത്തിൽ ഫോം പൂരിപ്പിച്ച് നൽകുന്ന, അല്ലെങ്കിൽ ഹിയറിങ്ങിന് ഹാജരാകുന്ന അടക്കമുള്ള വീണ്ടും നടപടിക്രമങ്ങൾക്ക് വിധേയമാകേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിട്ടുള്ളത്. എന്തായാലും തങ്ങളുടെ ഭാഗത്ത് നിന്ന് പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് BLOയും സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഇനി ഹിയറിങ്ങിന് ഹാജരാകേണ്ട സാധ്യതയില്ല. അതിന് മറിച്ച് മറ്റ് നടപടിക്രമങ്ങൾ മുകളിലേക്ക് ഉദ്യോഗസ്ഥരോടൊക്കെ ആലോചിച്ച് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളിലൊക്കെ നടപടിക്രമങ്ങളിലേക്കൊക്കെ കടക്കാം എന്നാണ് BLOമാരുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണം. കുറ്റ്യാടിയിലും ഇത് തന്നെയായിരുന്നു അവരുടെ ഭാഗത്തു നിന്ന് പറഞ്ഞത്. എന്തായാലും UDF ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ SIR റദ്ദാക്കണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് കുറ്റ്യാടിയിലെ പോലെ തന്നെ ഒരു സ്പെഷ്യൽ കേസാണ് ഏറാമലയിലും. ഇത്രയധികം ആളുകൾക്ക് ഒരുമിച്ച് SIR പട്ടികയിൽ നിന്ന് പുറത്താകുന്നു എന്നുള്ളത് ഒരു സീരിയസ് ഇഷ്യൂ ആണ്. അപ്പോൾ കുറ്റ്യാടിയിലും ഇതുപോലെ കലക്ടറുടെ സ്പെഷ്യൽ ഇടപെടൽ, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കാര്യത്തിൽ ഉണ്ടാവണമെന്ന ആവശ്യം അവിടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉന്നയിച്ചിരുന്നു. അപ്പോൾ കലക്ടറുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഇടപെടൽ അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെയും ആ രീതിയിലുള്ള ഒരു സ്പെഷ്യൽ കൺസിഡറേഷനോ ഇടപെടലോ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ കലക്ടറുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകാൻ ഇടയുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പോൾ ദൃശ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ കൂടുതൽ ആളുകളും ഡൽഹിയിലൊക്കെ പഠിക്കുന്നവരുണ്ട്, വിദേശത്തുള്ളവരുണ്ട്, ഒക്കെ തിരിച്ചു വരിക, ഹിയറിങ്ങിന് ഹാജരാവുക എന്ന് പറഞ്ഞാൽ അവർക്ക് പേഴ്സണലി ബുദ്ധിമുട്ടുള്ള കേസാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഹിയറിംഗ് അല്ലാത്ത തരത്തിലൊരു പരിഹരിക്കാനുള്ള ഇടപെടൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? യെസ്, ദൃശ്യയിലേക്ക് വരാകുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ സൈഫ് പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്പെഷ്യൽ ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ എത്ര ആളുകളാണ് ഇതുമൂലം ബുദ്ധിമുട്ടിലാവുന്നത്? കാരണം അവരുടെ ഭാഗത്ത് ചെയ്യാൻ പറ്റുന്നതൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടും ചില സാങ്കേതിക പിഴവുകൾ അത് BLOയുടെ ഭാഗത്തുനിന്നുണ്ടായതാണെന്ന് പറയുന്നു. ഇതിനകത്ത് ഇതിന്റെ സാങ്കേതികത്വത്തിലെ പരിമിതി കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ആ BLOയെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. അദ്ദേഹം ബോധപൂർവം ഇത്രയും ആളുകൾക്ക് ഈ പട്ടികയിൽ നിന്ന് പുറത്താക്കാൻ അദ്ദേഹം ശ്രമിക്കില്ല. മനുഷ്യ സഹജമായ മാനുഷികമായ എന്തോ ചെറിയ പിഴവ് പറ്റിക്കാണണം. അങ്ങനെ ചെറിയ പിഴവിന്റെ പുറത്ത് ഇത്രയും ആളുകൾ പട്ടികയ്ക്ക് പുറത്താകുന്ന രീതിയിലുള്ള പരിമിതമായ ഒരു സാങ്കേതിക പ്രശ്നം അതിനകത്തുണ്ട്. അതിപ്പോ ഏറാമല ഈ പഞ്ചായത്തിൽ മാത്രം, എല്ലാ പഞ്ചായത്തുകളും ഈ രീതിയിൽ അന്വേഷണം വാർത്ത കൊടുത്തത് ഓർക്കുന്നുണ്ടോ സേഫ്? അതായത് ചിലപ്പോ രാത്രി മുഴുവൻ കുത്തിയിരിക്കേണ്ടി വരും, കാരണം ഇന്റർനെറ്റ് കണക്ഷൻ വളരെ സ്ലോ ആയിരിക്കും. അപ്പൊ ഈ ഫോൺ വെച്ചാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് പലപ്പോഴും അത്തരം പിഴവുകൾ മനുഷ്യ സഹജമായി പറ്റാവുന്നതാണ്.